വലിയ അബീക അർബഉ, ഉപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. ഉടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പടച്ചൊരു ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ, എന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ക്ഷമിക്കും മോളെ, അള്ളാഹു നിനക്കൊരു സന്തോഷം തരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള്. കാരണം ഷീബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് വാപ്പായും ഉമ്മായും പച്ചില തിന്നിട്ട് സ്നേഹിക്കുന്നത് കണ്ടു വളർന്ന മോളാ. പച്ചില പറിച്ച് കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ട ഫാത്തിമ, അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്ന് പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തമിങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു. എന്നാലും പരസ്പരം അവര് തമ്മിൽ തല്ലാറില്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രയാസവുമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അലിയാര് തങ്ങള് പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്തെങ്കിലും ജോലി തേടിയിട്ട് നടക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു തആല പറയുന്നു, ഒരിക്കലും മലയുടെ മുകളിലേക്ക് കടന്നു ചെന്നിട്ട് അതാ പടച്ചവനെ മൺകട്ടയുണ്ടാക്കുന്നവരുടെ കൂടെ ജോലി ചെയ്തിട്ട് അലിയാര് തങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ അവര് രണ്ടുപേരും കൊല്ലങ്ങളോളം ജീവിച്ചു. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കള്, ഓരോ വയസ്സിന്റെ വ്യത്യാസമാണ്. പടച്ചവനെ അങ്ങനെ 4 പേരും വല്ലാത്ത പ്രയാസത്തിലായി. ഒരു ദിവസം അല്ലാഹുവേ, അലിയാര് തങ്ങളുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളോട് അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, നമുക്ക് താമസം മാറണ്ടേ? അലിയാര് തങ്ങൾ ഫാത്തിമയോട് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, അലിയേ, എനിക്കും ആഗ്രഹമുണ്ട്, ഒന്ന് വീട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തേ കാരണമെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ് കല്യാണം കഴിച്ചൊരു വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഭർത്താവിനോട് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. നിങ്ങളുടെ ഉപ്പായിക്കും ഉമ്മായിക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ, കൂടപ്പറപ്പുകളുടെ തുണി കഴുകാൻ എനിക്ക് വയ്യ, എല്ലാവർക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ. തന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് മറ്റു വീട് പണിയുന്ന പെണ്ണ്, ഒരു വീട് മുഴുവനും തകർക്കുന്ന, ഉമ്മാനെയും കൂടപ്പറപ്പുകളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പല പെണ്ണുങ്ങളുമുണ്ട്. എങ്കിൽ അല്ലാഹുവേ, അതാ കുടുംബ വീട്ടിലാണ് ഫാത്തിമ കഴിഞ്ഞത്. വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു. അല്ലാഹുവേ, ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. ഒരു ദിവസം അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ. അലിയാര് തങ്ങൾ ഇത് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട്, ഇവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തിനെന്നറിയോ? മാറണമെന്ന് ആഗ്രഹമുള്ളത് എന്തിനെന്നറിയോ? അലിയാര് തങ്ങള്, നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരും ഇവിടെയുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുന്നത് അവര് കണ്ടാൽ അവരുടെ മനസ്സ് വേദനിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളം മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട നിങ്ങളുടെ ഉമ്മായിക്കും കൂടപ്പറപ്പുകൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ രണ്ടുപേരും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടാൽ റസൂലുള്ളാന്റെ പൊന്നുമോള് പട്ടിണിയാണല്ലോ, ഹസനും ഹുസൈനും പട്ടിണിയാണല്ലോ. അത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട്, നമുക്കിവിടെ നിന്ന് മാറാം. പട്ടിണിയാണെങ്കിലും ആരും കാണില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ മാറുമെന്ന് ചോദിക്കുമ്പോ അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, അലിയാ
മുസ്ലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ നീ നാളെ ഉപ്പാടെ മുന്നിൽ പോകണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോകണം. അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, ആ സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചാ സഹാബി കൊടുക്കും. അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് പോയിട്ട് ഇത് പറയണമെന്ന് അലിയാളവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീബി പിറ്റേ ദിവസം വാപ്പാടെ മുന്നിൽ ചെന്നു. വാപ്പായിക്ക് വല്ലാത്ത സന്തോഷമായി, ഫാത്തിമാനെ കണ്ടതും വല്ലാത്ത സന്തോഷമായി. തന്റെ പൊന്നുമകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാണ്. എന്തേ ഫാത്തിമ വന്നത്? അവിടെന്ന് പറഞ്ഞു, വാപ്പാ എനിക്കിപ്പോ 2 മക്കളായി വാപ്പാ, ഹസനും ഹുസൈനും 2 മക്കളാണ്. ഞങ്ങൾക്ക് കേറിക്കിടക്കാൻ ഒരു വീടില്ല, എന്റെ ഭർത്താവിന് വീട് വാങ്ങാൻ പൈസയില്ല, ഒരു വാടക വീട് പോലും എടുക്കാൻ പൈസയില്ല. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വാപ്പയ്ക്കറിയുമല്ലോ. അതുകൊണ്ട് വാപ്പാ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി വല്ലാത്ത ഇഷ്ടമാണല്ലോ ഉപ്പാ, ഉപ്പാനെ വല്ലാത്ത ഇഷ്ടമാണല്ലോ. ആ സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. വാപ്പ എനിക്ക് വേണ്ടി ചോദിച്ചാ ഒരു വീട് തരുമല്ലോ വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളവിടെന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്, മുത്തുനബി കരയുകയാണ്, പ്രവാചകന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ എന്നെ വല്ലാത്ത ഇഷ്ടവാ, ഞാൻ ചോദിച്ചാൽ എന്തും തരും ഫാത്തിമ, പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. ഫാത്തിമ ബീവിയോട് പറയുകയാണ്, എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. പാപ്പായിക്ക് ലജ്ജയാ മോളെ, ആ സഹാബിയുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ മോക്കൊരു വീട് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് നാണവാ മോളെ, എനിക്ക് ലജ്ജയാ മോളെ. മുത്തുനബി എവിടെ നിന്ന് പറയുമ്പോ ഫാത്തിമ പറയുന്നു, വേണ്ട വാപ്പാ, എനിക്ക് വേണ്ട വാപ്പാ, എന്റെ ഉപ്പ കരയരുത്, വീടില്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിണിയാണെങ്കിലും ഞാൻ എവിടെ കിടന്നോളാ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകളവിടെ മുത്തുനബിയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ഇറങ്ങി ഓടുകയാ. ഉപ്പാരോട് ചോദിച്ചു പോയല്ലോ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ ഇതെല്ലാം ഒരു സഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നത് മുഴുവനും ഒരു സ്വഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബി ഓടുകയാ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് ഓടിച്ചെന്നിട്ട് മുത്തുനബിയുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. അവിടെ നിന്ന് പറയുമ്പോ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാ. മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടി വന്നിട്ട് മാ അഖത്തു മിൻ അഹബ്ബു ഇലയ്യ, വീടിന്റെ താക്കോല് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുന്നു, നബിയേ ഏത് വീട് വേണമെങ്കിലും എടുത്തോ നബിയേ, എന്റെ ഏത് വീട് വേണമെങ്കിലും എടുത്തോ, ഫാത്തിമയ്ക്ക് കൊടുക്കാൻ തയ്യാറാ. ആ സ്വഹാബിയതാ വീടിന്റെ താക്കോല് കൊണ്ട് കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് ഓടുകയാണ്. പൊട്ടിക്കരന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ തേടി അള്ളാന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഇതാ മോളെ വീട്.